ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലും കേരള അക്വാട്ടിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റും ലോക അക്വാട്ടിക്സിന്റെ അന്താരാഷ്ട്ര നീന്തൽ ഓഫീഷ്യലുമായ എസ് രാജീവ് ലോക അക്വാട്ടിക്സിന്റെ ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റിയിലേക്ക് നിയമിതനായി. സിംഗപ്പൂരിൽ നടന്ന ലോക അക്വാട്ടിക്സ് കോൺഗ്രസിലാണ് അഭിമാന പ്രഖ്യാപനം ഉണ്ടായത്. വീരേന്ദ്ര നാനാവതിക്ക് ശേഷം ഈ സ്ഥാനത്തേക്ക് എത്തുന്ന രണ്ടാം ഇന്ത്യക്കാരനാണ് രാജീവ്. 1988 മുതൽ അദ്ദേഹം സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുതിർന്ന അംഗവും ലോക അക്വാട്ടിക്സിന്റെ അന്താരാഷ്ട്ര ടെക്നിക്കൽ ഒഫീഷ്യലുമാണ്. 3 തവണ വീതം ഒളിമ്പിക്സും ലോക ചാമ്പ്യൻഷിപ്പും ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഇൻഡോർ ഗെയിംസ്, വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട്. 5ാമത് കേരള സ്റ്റേറ്റ് കേഡറ്റ് ഓപ്പൺ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 2 കൊച്ചിയിലെ കടവന്ത്രയിലുള്ള റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടന്നു. ഏഷ്യൻ തായ്ക്കൊണ്ടോ യൂണിയൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മാസ്റ്റർ മുഹമ്മദ് ഇഷാഖിന്റെ സാന്നിധ്യത്തിൽ പുട്ട വിമലാദിത്യ IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നടക്കുന്ന 15ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരള സംസ്ഥാന സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം A ഡിവിഷനിലേക്ക് യോഗ്യത നേടി. കേരള ഹോക്കി വാർഷിക ജനറൽ ബോഡി യോഗം ഓഗസ്റ്റ് 9 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്തെ ഹോട്ടൽ വൈറ്റ് ഡാമറിൽ നടക്കും. ഓൾ ഏജ് ഗ്രൂപ്പ് എയറോബിക് ജിംനാസ്റ്റിക് നാഷണൽ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 8, 9, 10 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയമാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ദേശീയതല മത്സരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രായത്തിലുള്ള ജിംനാസ്റ്റുകളും പങ്കെടുക്കും. പോയ വാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.